സമയം വന്നിട്ട് 4:30 മണിയായിട്ടുണ്ട്. ഉറക്കമെണീറ്റ് നിൽക്കുകയാണ്. ഉറക്കമൊന്നുമില്ല. പുറത്തോട്ട് പോയിക്കഴിഞ്ഞാൽ നമ്മുടെ റൂമാണിത്. ഇവിടെ ഏകദേശം 45-50ഓളം റൂമുകളുണ്ട്. നമ്മുടെ വണ്ടികളൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെളുപ്പിന് ഷൂട്ടാണ്. എന്തായാലും ബാലാജി എന്ന് പറയുന്ന ടൂറിസ്റ്റ് ഹോമിലാണ് നമ്മൾ താമസിച്ചത്. ലോഡ്ജ് അവിടെയാണ് താമസിച്ചത്. റൂം അത്ര പോരാ എങ്കിലും കുഴപ്പമില്ലാതെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇതാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. എൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് ബസ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനും നമ്മുടെ വിവാദ ഫോട്ടോഗ്രാഫറുമായിട്ടുള്ള ആഷിഖ് ആവണിയും കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു ആൽബത്തിൻ്റെ വർക്കിന് എത്തിയതാണ്. കണ്ടില്ലേ, ബസ് സ്റ്റോപ്പിലൊരു ചെറിയ അമ്പലത്തിൽ ഒരാൾ നിന്ന് പ്രെയർ ചെയ്യുന്നു. ഇതൊക്കെ വിചിത്രമായ കാഴ്ചകൾ തന്നെയാണ്. ഇതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ. ഒരു രക്ഷയില്ല. അത്ര ക്ലാസിക്കായിട്ടാണ് അവരത് പണിത് വെച്ചിരിക്കുന്നത്. രാവിലെ തന്നെ എല്ലാ കടകളെല്ലാം സജീവമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട്. നൈസ് ചായ, നല്ല വൈബ്. പുറത്തേക്കുമ്പോൾ നല്ല ആംബിയൻസാണ് കിട്ടുന്നത്. ഇവിടെ നല്ല കാറ്റും കണ്ടില്ലേ, ഒരു പ്രത്യേക സുഖമാണ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് കയറി കണ്ടാലോ. ഇതാണ് ബസ് സ്റ്റാൻഡ്. വളരെയധികം ക്ലാസിക്കായിട്ടാണ് ബസ് സ്റ്റാൻഡ് പണിതിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. രാവിലെ 4:30 തന്നെ ബസ് സ്റ്റാൻഡ് എല്ലാം ഓണായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. കണ്ടില്ലേ, ഇതാണ് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എപ്പോഴും പോലീസ് സെക്യൂരിറ്റിയും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ബസ്സുകളൊക്കെ കണ്ടില്ലേ. ഇത്രയധികം ആൾക്കാർ രാവിലെ തന്നെ ബസ് കയറാനുണ്ടെന്ന് പറയുമ്പോഴാണ് അത്ഭുതമായിരിക്കുന്നത്. അതുപോലെ തന്നെ ബസ്സുകളെല്ലാം നല്ല മോഡിഫൈ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കലിപ്പാവും. ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവിടെ